ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു താളി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് താളിയാണ് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരുപാട് ഡാൻഡ്രഫ് ആണ് എൻ്റെ തലയിൽ ഇതുവരെ മാറിയിട്ടില്ല. കുറേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തു. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. താളി എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, നമ്മൾ താളീനെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മൾ തലയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് വേണം നമ്മൾ താളി യൂസ് ചെയ്യാൻ. ഡ്രൈ സ്കാൽപ്പിൽ ഒരിക്കലും നമ്മൾ താളി യൂസ് ചെയ്യാൻ പാടുന്നതല്ല കേട്ടോ. അത് നമ്മൾ എന്ത് താളിയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുമുളകിൻ്റെ ഇലയില്ലേ, അതിൻ്റെ താളിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇലയല്ല, തണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഓടിപ്പോയിട്ട് ഈ സാധനം ഒന്നും വലിച്ച് എടുക്കരുത് കേട്ടോ. ഇത് മൊത്തം ഉണങ്ങിപ്പോവും, നമ്മുടെ ചെടി മൊത്തം ഉണങ്ങിപ്പോവും. അപ്പോൾ അത് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ എടുക്കാൻ നോക്കുക. അപ്പോൾ വേഗം തന്നെ നമുക്കത് എടുക്കാൻ നോക്കാം. ഇതുണ്ട്, ഇതൊന്നും പോയിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. ഒരിക്കലും മേലെ കൂടെ പടർന്ന വള്ളികൾ എടുക്കാൻ ശ്രമിക്കരുത്. തറയിൽ കൂടെ പോകുന്ന വള്ളികളാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കേണ്ടത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ കൂടെ പോകുന്ന വള്ളികൾ നമ്മൾ കട്ട് ചെയ്തെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് ചെടി തന്നെ മൊത്തം കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തറയിൽ കൂടെ പോകുന്ന വള്ളികളാണ് നമ്മൾ എടുക്കേണ്ടത്. എടുക്കുമ്പോൾ കുറച്ച് ഏലിയൊക്കെ കൂടി എടുത്തോളൂ, എന്നാലാണ് നമുക്ക് താളിയൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മൂത്തത് നോക്കി എടുത്തോളൂ, എന്നാലാണ് നമ്മൾ പറഞ്ഞ പോലെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഒരിക്കലും മേലെ പോയിട്ട് കട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇത്രയും തണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് കഴുകി ഒന്ന് ചുട്ടെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് നന്നായി കഴുകുന്നുണ്ട് കേട്ടോ. കഴുകുന്നുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിൽ കൂടെ പോയ വള്ളിയല്ലേ, അപ്പോൾ കുറേ പൊടികളൊക്കെ ഉണ്ടാവും. അതന്നെ നമ്മൾ വീണ്ടും എടുത്ത് തേക്കണം. അപ്പോൾ നന്നായി കഴുകണം കേട്ടോ. ഇലയിലൊക്കെ നല്ല പൊടിയുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴുകുക കേട്ടോ. നിങ്ങൾ എന്തായാലും ചിലവർ ഇതിൻ്റെ ഇലയൊന്നും എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി മാത്രമേ എടുക്കുള്ളൂ. ഞാനിവിടെ ഇലയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെങ്ങനെ ചുടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഗ്യാസിലാണ് ചുടുന്നത്. പണ്ടുള്ളവരൊക്കെ ഇതെങ്ങനെ ചുട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ ആണ് ചുട്ടെടുത്തിട്ടാ. നമുക്കിപ്പോൾ അതൊന്നും വഴിയില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഗ്യാസിൽ തന്നെ ചുടാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ എന്തായാലും ചുട്ടുകൊണ്ടേ ഇരിക്കട്ടെ. ഇലയൊക്കെ വാട്ടുന്ന രീതിയിൽ വേണം ഇതിനെ വാട്ടാൻ കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല കട്ടിയിലുള്ള താളി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കട്ടോ. കുരുമുളക് തണ്ടിനെ നന്നായിട്ട് ഇതാ കരിച്ച് ഉണക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിത് ഒരു കവറിലോട്ട് ഇടാം കേട്ടോ. ഇത് ഞാനിങ്ങനെ ചെയ്യുന്നത്, വേറെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഒരു കവറിലോട്ട് ഞാനിതിങ്ങനെ ഇട്ടിട്ട് ഇതിനിങ്ങനെ ഇടിച്ച് പരിവാക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ തണ്ടിനെയൊക്കെ നമ്മളൊരു കവറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയാൽ കവറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ഇടിച്ച് പരിവാക്കിയിട്ടാണ് ഇതിൻ്റെ ചാറെടുക്കുന്നത് കേട്ടോ. കാണിച്ചത്. അപ്പോൾ അത് ഞാൻ കുരുമുളക് വള്ളീനെ നന്നായിട്ട് ഇടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചുട്ടെടുത്ത കുരുമുളക് വള്ളീനെ നന്നായിട്ട് ഇടിക്കണേ. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഇടിച്ചെടുക്കാം. അമ്മിയിൽ വെച്ചിട്ട് എടുക്കാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനത്തെ രീതിയിലാണ് എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് ഇത്ര വെള്ളം മതിയാവും തോന്നുന്നു കേട്ടോ. ഇത്ര വെള്ളം മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമുക്ക്. പിന്നെ എന്നിട്ട് ഇടിച്ച് വെച്ച കുരുമുളക് വള്ളീനെ ഫുള്ള് ഇടണം കേട്ടോ. എല്ലാം ഇടണം, പറഞ്ഞാൽ എല്ലാം ഇടണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഞെരടി കൊടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ അംശവും പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ. നന്നായി പിഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോർത്തുമുണ്ടൊക്കെ പിഴിയില്ല, അതുപോലെ നന്നായി പിഴിയണം കേട്ടോ. എങ്കിൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സത്തുക്കളും പുറത്ത് വരുള്ളൂ കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അതെങ്ങനെയാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോർത്തുമുണ്ട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ ഉപയോഗിച്ചിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കിത് എടുക്കാം. ഇപ്പോൾ ദണ്ടതിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു അരിപ്പുണ്ട്, നമ്മൾ താളി അരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു അരിപ്പയാണ്. അത് വെച്ചിട്ടാണ് ഞാനിതിവിടെ എടുക്കുന്നത് കേട്ടോ. നോക്കി അരിച്ചെടുത്ത് കഴിയുമ്പോഴും നോക്കി എന്ത് ക്ലിയർ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഒരു പൊടി ഉണ്ടോ, ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിതാ കുരുമുളകിന്റെ ചാറെല്ലാം എടുത്ത് തണ്ടിന്റെ താളിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി വേണ്ടിട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര തിക്നെസ് ആണെന്നുള്ളത് കേട്ടോ. നോക്കി കണ്ടോ. അപ്പൊ ഇത് നമ്മൾക്കിനി സ്കാൽപ്പിൽ വേണം തേക്കാൻ. ഒരിക്കലും മുടിയിലല്ല തേക്കുക. നമ്മൾ താളി തേക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്, വെറുതെ എടുത്തുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ തേക്കുക. അങ്ങനെയല്ല, നമ്മൾ സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. കുറച്ച് പുകച്ചിലൊക്കെ ഉണ്ടാവും, കാരണം ഇത് കുരുമുളകല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പുകച്ചിലൊക്കെ ഉണ്ടാവും. നമുക്ക് എവിടെയാണോ നമുക്ക് ഒരുപാട് ഇച്ചിങ് ഉള്ളത് അവിടെയാണ് കൂടുതലായിട്ട് തേക്കേണ്ടത്. കണ്ടോ, എനിക്ക് ഇവിടേക്കാണ് കൂടുതൽ ഡാൻഡ്രഫൊക്കെ വരിക. എപ്പോഴും ചൊറിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നാണ് പൊടിഞ്ഞ് വരിക. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് എപ്പോഴും തേക്കുക, ഇങ്ങനെ ഡാൻഡ്രഫൊക്കെ പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിലത്തെ പൊട്ട ടീഷർട്ടാണ് ഇടാൻ പാടുള്ളൂ, ഏറ്റവും പൊട്ട ടീഷർട്ട്. കാരണം ഡ്രസ്സിന് മൊത്തം ആവും നമ്മുടെ, അപ്പോൾ ഡ്രസ്സും നാശമാവും. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നഖത്തിൻ്റെ അടിയിലൊക്കെ ഒന്ന് കറുത്ത പാട് വരും. ഇത് ചളിയല്ല ഗൈസ്, ഇത് ശരിക്കും ഈ സംഭവം ചെയ്തപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതൊക്കെ എടുത്തില്ലേ, ഇതിൻ്റെ വേസ്റ്റൊക്കെ എടുത്തില്ല, അപ്പോൾ വന്ന
ഇതാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് പോകാൻ കുറച്ച് ദിവസം ഉണ്ടാവും, 2 ദിവസമൊക്കെ പിടിക്കും. ഇത് എപ്പോഴും സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. വല്ലാതെ മസാജ് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള മസാജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. വല്ലാണ്ട് അങ്ങോട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. എനിക്ക് എപ്പോഴും ബാക്കത്തേനെക്കാട്ടിലും ഇവിടെയൊക്കെയാണ് കൂടുതലും വരിക. അപ്പോൾ ഞാനത് ഇവിടെയൊക്കെയാണ് ഇതാക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ മൊത്തത്തിൽ ഞാൻ തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, തലയിൽ ഞാൻ താളിയൊക്കെ തേച്ചു, ഇത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതൊക്കെ പിടിച്ചത് ഇങ്ങനെ കെട്ടി വെച്ചു. അപ്പം ഇങ്ങനെയൊക്കെ കെട്ടി വെക്കിട്ടോ മുടിയൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം ഇഴുകി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു 5 to 10 minutes ആണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അത് മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ഒന്നും ഒട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകിക്കളയട്ട. എന്തായാലും കുറേ ഡാൻഡ്രഫ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്തിട്ട് മാറില്ല എന്നൊക്കെ പറയുന്നില്ല. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഒരു 10 minutes നിങ്ങൾ വെക്കുക. എന്നിട്ട് വേണം നമ്മളിത് കഴുകിക്കളയാൻ കേട്ടോ. അപ്പം നമുക്കിതൊരു 5 minutes കഴിഞ്ഞിട്ട് കഴുകിക്കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിന് ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക്. അത്രയും ഇതാണ്. പിന്നെ ഇതിന് സ്മെല്ല് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ടാകും, അത് നമ്മളെ കുരുമുളകല്ലേ, അപ്പം ചെറിയൊരു നീറ്റിലും പുകച്ചിലൊക്കെ ഉണ്ടാകും. അതർവൈസ് ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണിലും മൂക്കിലും വായിലൊന്നും തേക്കാതിരിക്കുക കേട്ടോ. എനിക്ക് അത്ര പറയാം, കണ്ണിൽ മൂക്കിൽ വായിലൊന്നും തേക്കാതിരിക്കുക. അപ്പോഴാണ് ഇത് എരിവില്ലാതിരിക്കുള്ളൂ. അപ്പോൾ ഗൈസ് 5 minutes കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വെള്ളം മാത്രം മതി, ഇതിന് ഷാമ്പോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കഴുകി വിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ നിങ്ങൾ. അപ്പോൾ ഗൈസ് തലേത്തെ താളിയൊക്കെ ഞാൻ കഴുകി കളഞ്ഞു. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.